ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് തേങ്ങാപ്പാൽ ജെല്ലാണ്. തേങ്ങാപ്പാലാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ഈ ഒരു ജെല്ല് മുടിയിൽ മാത്രമല്ല മുഖത്തും യൂസ് ചെയ്യാൻ നല്ലതാണ്. നമ്മുടെ സ്കിന്നിലും ഹെയറിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ജെല്ലാണിത്. മുടിയിൽ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ മുടി വളർച്ച കൂട്ടാനും മുടിക്ക് നല്ല ഷൈനിങ് കിട്ടാനും നല്ല സ്മൂത്തായിട്ട് വരാനും പിന്നെ പുതിയ മുടികൾ വളരാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്നതാണിത്. മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും സഹായിക്കുന്നതാണ്. പിന്നെ സ്കിന്നിൽ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാനും കരുവാളിപ്പൊക്കെ മാറാനും എപ്പോഴും നല്ലൊരു ഗ്ലോ ഉണ്ടാവാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വെറും 2 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ജെല്ല് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് തേങ്ങാപ്പാൽ ജെല്ല് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം തന്നെ തേങ്ങാപ്പാൽ കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചെറുകിയത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. ഏകദേശം ഒരു 2-3 സ്പൂണ് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. വെള്ളം കൂടി കഴിഞ്ഞാൽ ഒരു തേങ്ങാപ്പാലിൻ്റെ കട്ടി കുറഞ്ഞു പോകും. നമ്മുടെ തേങ്ങാപ്പാലിന് അത്രയ്ക്ക് അങ്ങോട്ട് ആ ഒരു എഫക്റ്റീവായിട്ട് കിട്ടില്ല കേട്ടോ. ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലിരിക്കും. തേങ്ങ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരിച്ചിട്ട് തേങ്ങാപ്പാൽ മാത്രമായിട്ട് എടുക്കാം. തേങ്ങാപ്പാൽ മുടിവേരുകൾക്ക് നല്ല ബലം കൊടുക്കാൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കതുവഴി മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ പറ്റും. പിന്നെ കനം കുറഞ്ഞ മുടിവേരുകളാണെങ്കിൽ അതൊക്കെ ഒന്ന് കട്ടിയിൽ വളരാനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. പുതിയ മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും നല്ല ഷൈനിങ് ആയിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കും. അപ്പം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അലോവേര ജെല്ലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ദിയൂസ് ഹെർബൽസിൻ്റെ അലോവേര ജെല്ലാണ്. ഏകദേശം ഒരു 2 സ്പൂൺ അളവിലാണ് അലോവേര ജെല്ല് ചേർക്കുന്നത്. അത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ച് കട്ടിയിലാണ് ഇരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ അളവിൽ ജെല്ല് ചേർത്ത് കൊടുക്കുക. കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി റെഡിമെയ്ഡ് ആയിട്ടുള്ള അലോവേര ജെല്ല് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. വീട്ടിലുള്ള അലോവേര ജെല്ല് യൂസ് ചെയ്താലും മതി. അതല്ല എങ്കിൽ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ 2 സ്പൂൺ അലോവേര ജെല്ല് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ ജെല്ല് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം. യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളെപ്പോഴും നല്ലൊരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറിലേക്ക് മാറ്റി വയ്ക്കുന്നതാണ് നല്ലത്. പിന്നെ ഇത് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് മാത്രം യൂസ് ചെയ്യുക കേട്ടോ. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാവും. ഒരു 8 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ജെല്ല് തന്നെയാണിത്. സ്കിന്നിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. വളരെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റം വരും. സ്കിന്ന് നല്ല സോഫ്റ്റും സ്മൂത്തും ആയിട്ട് വരുന്നതാണ്. സ്കിന്നിൽ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ 8 വയസ്സൊന്നും ആവേണ്ട കാര്യമില്ല. ഒരു 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഇത് നിങ്ങൾക്ക് സ്കിന്നിൽ യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് മുടിയൊക്കെ നല്ലപോലെ ചീകി വൃത്തിയാക്കിയിട്ട് വളരെ കുറഞ്ഞ അളവിൽ ഈ ഒരു ജെല്ലെടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആദ്യം സ്കാൽപ്പിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മുടിയിലും കൂടെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു അരമണിക്കൂർ ഇത് വെച്ചിരിക്കുക. തലയ്ക്ക് തണുപ്പ് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് കഴുകിക്കളയാം. അല്ലാത്തവർ അരമണിക്കൂറെങ്കിലും വെച്ചിട്ട് കുളിക്കുന്ന സമയത്ത് സാധാരണ കഴുകുന്ന രീതിയിൽ തന്നെ കഴുകിക്കളയുക. സോപ്പ്, ഷാമ്പു ഇങ്ങനെയുള്ളതൊന്നും യൂസ് ചെയ്യരുത്. വെറും നോർമൽ വാട്ടറിൽ കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ ജെല്ല് യൂസ് ചെയ്യേണ്ടത്. എല്ലാ ദിവസവും തന്നെ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റം അറിയാൻ പറ്റുന്നതാണ്. പെട്ടെന്നൊരു മാറ്റം എന്ന് പറയുന്നില്ല. ഒരു 2 ആഴ്ചയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയാൽ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്